നമസ്കാരം. LDF കൺവീനർ EP ജയരാജൻ BJPയിലേക്ക് വരാൻ ചർച്ച നടത്തിയെന്ന BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ കേരളത്തിൽ പുത്തൻ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. വിവാദ ദല്ലാൽ TG നന്ദകുമാർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങൾക്ക് മറുപടി പറയവെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ കേരള രാഷ്ട്രീയത്തെ ബാധിക്കുന്ന വലിയ ആരോപണം ഉന്നയിച്ചത്. കേരളം സുപ്രധാനമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതിനിടെയായിരുന്നു EP ജയരാജന് നേരെ ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് എഴുത്തുകാരി അഞ്ജു പാർവതി പ്രഭീഷ്. ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാലിട്ട് നിന്നാൽ എന്തു പറ്റും? തലയും കുത്തി വെള്ളത്തിൽ വീഴും. അപ്പോൾ ഒരേ സമയം രണ്ട് പാർട്ടിയിൽ കാലിട്ട് നിൽക്കുന്നയാളെ എന്ത് വിളിക്കണം? സിറ്റപ്പൻ എന്നാണ് അഞ്ജു പാർവതി പ്രഭീഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഈ പോസ്റ്റിനെ ഇപ്പോൾ അനുകൂലിച്ച് രംഗത്തെത്തുന്നത്. BJPയിൽ പോകുമെന്ന ആരോപണങ്ങൾ EP തള്ളിയതിന് പിന്നാലെയാണ് ഇത് സ്ഥിരീകരിച്ച് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. ബഹുമാനപ്പെട്ട EP ജയരാജൻ കേരളത്തിൽ ജീവിച്ചിരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പാർട്ടിയിലേക്ക് ഒരാളെ ചേർക്കാനുള്ള കടമ്പകളെല്ലാം പൂർത്തിയായി അയാൾ അവസാന നിമിഷം പിന്മാറിയാൽ എനിക്ക് കൂടിയാണ് അത് ദോഷം ചെയ്യുക. എന്നിട്ടും ഇതുവരെ ഇക്കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. കാരണം കുപ്രസിദ്ധമായ ഒരു കൊലപാതക കേസിലെ ഒന്നാം പ്രതിയാണ് ഇന്നത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ബലിദാനികളെ സൃഷ്ടിക്കാൻ. അദ്ദേഹം കേരളത്തിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും നാളും ഒന്നും പറയാതിരുന്നത്. പക്ഷേ ഇതെല്ലാം എന്നെ കൊണ്ട് പറയിച്ചതാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് നഷ്ടപ്പെട്ടാൽ അവർക്ക് ആകെ ആശ്രയം ഭാരതീയ ജനതാ പാർട്ടിയാകുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.